ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റാദർ ദാൻ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇത് എന്താണ് റാദർ ദാൻ, എന്താണ് ഇൻസ്റ്റെഡ് ഓഫ്? റാദർ ദാൻ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇത് രണ്ടും എവിടെയാണ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് റാദർ ദാൻ എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. റാദർ ദാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കൺജങ്ഷൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയാം. ഈ പേരുകളൊന്നും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺജങ്ഷൻ്റെ വിഭാഗത്തിലാണ് റാദർ ദാൻ പെടുന്നത്. ഇനി എവിടെയാണ് റാദർ ദാൻ ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരു കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് എന്ന് പറയില്ലേ, പ്രിഫറൻസസ് അല്ലെങ്കിൽ പ്രയോറിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ചായയേക്കാൾ ഇഷ്ടം കാപ്പിയാണ്, എനിക്ക് പാട്ട് പാടുന്നതിനേക്കാൾ ഇഷ്ടം ഡാൻസ് ചെയ്യുന്നതാണ്, എനിക്ക് TV വാച്ച് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം കിടന്നുറങ്ങുന്നതാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ് എന്ന് പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതാണ് റാദർ ദാൻ. എക്സാമ്പിൾ നോക്കാം. എനിക്ക് ഇഡ്ഡലിയേക്കാൾ ഇഷ്ടം ദോശയാണ് എന്ന് പറയുന്നതിന് നമുക്ക് റാദർ ദാൻ ഉപയോഗിക്കാം. ഐ പ്രിഫർ ദോശ റാദർ ദാൻ ഇഡ്ഡലി. സെൻറ്റൻസ് കറക്റ്റായി. ഇഡ്ഡലിയേക്കാൾ എനിക്കിഷ്ടം ദോശയാണ് എന്നായി. ഇവിടെ ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ദോശയ്ക്കാണ്. പിന്നെ ഷീ ലൈക്സ് കേക്ക് റാദർ ദാൻ ഐസ്ക്രീം. അവൾക്കിഷ്ടം, അവൾ മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്? ഐസ്ക്രീം. ഐസ്ക്രീമിനേക്കാൾ അവൾ മുൻഗണന കൊടുക്കുന്നത് കേക്കിനാണ്. ഷീ ലൈക്സ് കേക്ക് റാദർ ദാൻ ഐസ്ക്രീം. ഇനി വേറൊരു സെൻറ്റൻസ്. ഐ പ്രിഫർ ടു മേക്ക് ഡിന്നർ റാദർ ദാൻ ഈറ്റിംഗ് ഔട്ട്. ഇവിടെ നോക്കൂ, മേക്കിംഗ് ഡിന്നർ, അതായത് ഡിന്നർ ഉണ്ടാക്കുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണത്. പിന്നെ വേറൊന്ന് ഈറ്റിംഗ് ഔട്ട്, പുറത്തു പോയി കഴിക്കുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐ പ്രിഫർ മേക്കിംഗ് ഡിന്നർ റാദർ ദാൻ ഈറ്റിംഗ് ഔട്ട്. പുറത്തുപോയി കഴിക്കുന്നതിനേക്കാളും ഞാൻ മുൻഗണന കൊടുക്കുന്നത് മേക്കിംഗ് ഡിന്നർ ആണ്, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഡിന്നറിനാണ്. വീട്ടിൽ ഡിന്നർ ഉണ്ടാക്കുക എന്ന പ്രവൃത്തിക്കാണ്. രണ്ട് കാര്യങ്ങളുണ്ട്, മേക്കിംഗ് ഡിന്നറുണ്ട്, ഈറ്റിംഗ് ഔട്ട് ഉണ്ട്. അതിൽ മുൻഗണന കൊടുക്കുന്നത് മേക്കിംഗ് ഡിന്നർ ആണ്. അപ്പോൾ റാദർ ദാൻ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? ഇനി ഇൻസ്റ്റെഡ് ഓഫ് അത് എവിടെ ഉപയോഗിക്കും? ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പകരം എന്ന ഒരർത്ഥം ആണ്. അതൊരു പ്രപ്പോസിഷനാണ്. പലപ്പോഴും നമ്മൾ ഒന്നിന് പകരമായിട്ട് വേറൊന്ന് ചൂസ് ചെയ്യാറില്ലേ? ഇപ്പോൾ ചായയാണ് എനിക്കിഷ്ടം, പക്ഷേ ഞാൻ കാപ്പിയാണ് ചൂസ് ചെയ്തത്. അതിന് പകരം ഞാനത് ചൂസ് ചെയ്തു. കേക്കിന് പകരം ഞാൻ ഐസ്ക്രീം ചൂസ് ചെയ്തു എന്നൊക്കെ പറയില്ലേ? ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യം മാറ്റി വെച്ചിട്ട് വേറൊന്ന് ചൂസ് ചെയ്യുക. അതാണ് ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു കോണ്ടെക്സ്റ്റ്. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പകരം, പകരമായി എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അവിടെ വെച്ച് നമുക്ക് ഫ്രൈഡ് റൈസാണ് ഇഷ്ടം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. പക്ഷേ ഫ്രൈഡ് റൈസ് അവൈലബിളായി അല്ല, ഫ്രൈഡ് റൈസ് ഇല്ല അവിടെ. അപ്പോൾ നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്യാം. അപ്പോൾ ഐ ഓർഡേർഡ് ബിരിയാണി ഇൻസ്റ്റെഡ് ഓഫ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസിന് പകരം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. അതാണ് ഒരു കാര്യത്തിന് പകരമായി വേറൊന്ന് ചെയ്യുന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഒരു പ്രപ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്തിട്ട് ഒരു നൗൺ ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ഒരു വേർബൽ നൗൺ, വേർബിൽ നിന്നും ഉണ്ടാകുന്ന നൗൺ, അല്ലെങ്കിൽ നമുക്കതിനെ ജെറണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കേക്ക്, കേക്ക് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് എന്ന് പറയുമ്പോൾ നടത്തം, അതായത് വാക്ക് എന്നതിൻ്റെ ING ഫോം ചേർത്ത് വാക്കിംഗ് എന്നാക്കിയ ഒരു വേർബൽ നൗണാണ് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്.
ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്, അപ്പോൾ അവിടെ ഒരു ജെറണ്ടാണ് ഉപയോഗിച്ചത്. ഇൻസ്റ്റെഡ് ഓഫ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് നൗൺ അല്ലെങ്കിൽ ജെറണ്ട് ആണ്. ഷീ ഡിസൈഡഡ് ടു ഗോ ഫോർ എ വാക്ക് ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി. ടി വി വാച്ച് ചെയ്യുക എന്ന പ്രവൃത്തിക്ക് പകരം ഷീ ഡിസൈഡഡ് ടു ഗോ ഫോർ എ വാക്ക്. ഷീ ഡിസൈഡഡ് ടു ഗോ ഫോർ എ വാക്ക്. അവളൊരു നടത്തത്തിന് പോകാൻ, അതായത് നടക്കാൻ ആണ് അവൾ ഡിസൈഡ് ചെയ്തത്, അവൾ തീരുമാനിച്ചത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് എന്നത് അവിടെ ഒരു ജെറണ്ട് ആണ്. റാദർ ദാൻ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻസിൽ ആണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, റാദർ ദാൻ ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. റാദർ ദാൻ എന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അതേസമയം ഇൻസ്റ്റെഡ് ഓഫ് എന്നത് ഒരു പ്രെപ്പോസിഷൻ ആണ്. ഇനി വേറൊന്ന്, റാദർ ദാൻ ഉപയോഗിക്കുന്നത് പ്രിഫറൻസസ് കാണിക്കുന്നതിനാണ്. അതേസമയം ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒന്നിന് പകരമായിട്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറയാം. ഒന്ന് മാറ്റി വേറൊന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണ്, അതിന് പകരമായിട്ട് വേറൊന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിനാണ് എന്ന് പറയാം. ഇനി റാദർ ദാൻ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഏത് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ വേണമെങ്കിലും റാദർ ദാൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അതേസമയം ഇൻസ്റ്റെഡ് ഓഫ് ആണെങ്കിൽ അതൊരു പ്രെപ്പോസിഷനാണ്, അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു ജെറണ്ട് ആണ് വരേണ്ടത്. വി ഹാഡ് കേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഐസ്ക്രീമിന് പകരം ഞങ്ങൾ കഴിച്ചത്, വി ഹാഡ് കേക്ക്, ഐസ്ക്രീമിന് പകരം കഴിച്ചത് കേക്കാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അതേസമയം വി ലൈക്ക് കേക്ക് റാദർ ദാൻ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഐസ്ക്രീമിനേക്കാളും ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് കേക്കിനാണ് എന്നാണ്. വി മെയ്ഡ് ബിരിയാണി ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ പുറത്ത് പോകുന്നതിന് പകരം ഞങ്ങൾ എന്തു ചെയ്തു, വി മെയ്ഡ് ബിരിയാണി, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി എന്നായി. പുറത്ത് പോകുന്നതിന് പകരം ഞങ്ങൾ എന്താ ചെയ്തത്, പുറത്ത് പോകുക എന്നത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങൾ വി മെയ്ഡ് ഡിന്നർ, ഞങ്ങൾ വീട്ടിലുണ്ടാക്കി എന്നാണ് അതിനർത്ഥം. അവിടെ ഇൻസ്റ്റെഡ് ഓഫ് ആണ് ഉപയോഗിച്ചത്. വി പ്രിഫർ മേക്കിംഗ് ഡിന്നർ റാദർ ദാൻ ഗോയിങ് ഔട്ട് എന്ന് പറയുമ്പോൾ പുറത്ത് പോകുന്നതിനേക്കാളും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്, മേക്കിംഗ് ഡിന്നർ, അതായത് ഡിന്നർ ഉണ്ടാക്കുന്നതാണ് എന്നായി. ഷീ വുഡ് റാദർ ഗോ ടു ദ ബീച്ച് ദാൻ ടു ദ പാർക്ക്. പാർക്കിൽ പോകുന്നതിനേക്കാളും അവൾക്ക് ഇഷ്ടം എന്താണ്, ടു ദ ബീച്ച്, ബീച്ചിൽ പോകുന്നതാണ്. അവിടെ റാദർ ദാൻ ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഷീ ഡിസൈഡഡ് ടു ഗോ ടു ദ ബീച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ദ പാർക്ക്. പാർക്കിൽ പോകുന്നതിന് പകരം അവൾ ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു, അതിന് പകരം എന്നായി. അപ്പോൾ റാദർ ദാൻ അതുപോലെ ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലായല്ലോ.